സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് മാസത്തിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തിൽ ഇതുവരെ ജീവിതം നമ്മെ നിരവധി ഉയർച്ച താഴ്ചകളിലൂടെ നയിച്ചിട്ടുണ്ടാകാം. ചില ദിവസങ്ങൾ സന്തോഷകരമായിരുന്നു, മറ്റുള്ളവ ബുദ്ധിമുട്ടുള്ളവയായിരുന്നു. എന്നിരുന്നാലും നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം പ്രത്യാശയാണ്. സങ്കീർത്തനങ്ങൾ 71:20 ബൈബിൾ പറയുന്നു, നീ എന്നെ കഷ്ടതകളും കയ്പ് നിറഞ്ഞതായി കാണുമാറാക്കിയെങ്കിലും എൻ്റെ ജീവൻ വീണ്ടും നീ പുനഃസ്ഥാപിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് നീ എന്നെ വീണ്ടും ഉയർത്തും. നമ്മളിൽ പലർക്കും കഴിഞ്ഞ 7 മാസങ്ങൾ എളുപ്പമായിരുന്നില്ല. ചിലർ അവരുടെ ഉദ്യോഗ തലങ്ങളിൽ തിരിച്ചടികൾ, ബന്ധനങ്ങളുടെ പോരാട്ടങ്ങൾ, ആരോഗ്യപരമായ വെല്ലുവിളികൾ, അല്ലെങ്കിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിരാശകൾ എന്നിവ നേരിട്ടിട്ടുണ്ട്. ഈ പുതിയ മാസം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള അവസരം നൽകുന്നു. ദൈവം പറയുന്നത്, നിങ്ങളുടെ ഭൂതകാലം ഉപേക്ഷിക്കൂ, ഞാൻ നിങ്ങൾക്കായി പുതിയ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, യേശു എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേദനാജനകമായ ഋതുക്കൾ അനുവദിച്ചത്? സുഹൃത്തുക്കളെ, യേശു ഇപ്പോഴും നിയന്ത്രണത്തിലാണ്. അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളെ ശുദ്ധീകരിക്കാനും മെച്ചപ്പെടുത്താനും വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങളെ ഒരുക്കാനും അവൻ ചില കാലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതം പുനഃസ്ഥാപിക്കാൻ യേശുവിന് കഴിയും. അവന് നിങ്ങളുടെ വേദനയെ ലക്ഷ്യമാക്കി മാറ്റാനും നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ ഭൂതകാലത്തേക്കാൾ മനോഹരമാക്കാനും കഴിയും. അതിനാൽ ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന മനോഹരമായ ഭാവി കാണുവാനുള്ള നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ പുനഃസ്ഥാപനം നിങ്ങൾ കാണും. ഒരു അനുഗ്രഹീതമായ ഓഗസ്റ്റ് മാസം ആശംസിക്കുന്നു.